ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ്. 2 കുട്ടികൾ സ്വയം ജീവനൊടുക്കിയൊരു വാർത്ത. അതായത് ഈ കേന്ദ്രത്തിലുള്ള 2 കുട്ടികളാണ്. കൊല്ലത്താണ് സംഭവം ഉണ്ടായത്. ഒന്ന് കോഴിക്കോടുള്ളൊരു കുട്ടി, തിരുവനന്തപുരത്തുള്ള കുട്ടി. സാന്ദ്ര, വൈഷ്ണവി എന്ന് പേര് 2 കുട്ടികൾ. ഒന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ഒന്ന് +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഒന്ന് കബഡി താരമാണ്, സ്പോർട്സിനോട് ഇഷ്ടം കൊണ്ട് സ്പോർട്സ് സ്ഥാപനത്തിൽ പഠിക്കാൻ വന്ന കുട്ടികളാണ്. ഈ 2 കുട്ടികളാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത് എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ ചാനലിലൊക്കെ കണ്ടത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലൈഫ് മാത്രം ഈ കുട്ടികൾക്കില്ല. എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ അതല്ലേ ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥാക്കണം. നമുക്ക് +2 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ലൈഫ് സ്കില്ല് മാത്രമല്ല. നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. നിസ്സാര കാരണങ്ങൾ, ഒന്നുകിൽ ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. നിസ്സാരമായ കാരണങ്ങൾ മതി കുട്ടികൾ അപ്സെറ്റ് ആവുകയാണ്. പിന്നെ കുട്ടികളുടെ മുന്നിലുള്ളൊരു മാർഗ്ഗം ജീവൻ ഒടുക്കുക എന്നുള്ളതാണ്. സങ്കടം തോന്നുന്ന ആ 2 പൊന്നു മക്കളെ കാണുമ്പോൾ, ലൈഫിൽ ഒരുപാട് പഠിക്കേണ്ടിയിരുന്ന, സ്പോർട്സിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാകേണ്ടിയിരുന്ന മക്കൾ, ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈശ്വര, അവരെത്രയോ സ്വപ്നം കണ്ട് പറഞ്ഞയച്ച മക്കൾക്ക് എന്താ പറ്റി? ഇതിൻ്റെ ഉള്ളുകളിലേക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് റീസൺ? ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ മാത്രം കാരണം എന്താണ്? കുട്ടികളെ പതിവ് പ്രാക്ടീസിന് കാണാതിരുന്നപ്പോഴാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ഈ കുട്ടികൾ ഫാനിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ചെറിയ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതിന്, അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന്, ഇതിനൊക്കെ ജീവനൊടുക്കുന്ന മക്കൾ എന്തിന്? ചെറിയ നിസ്സാര, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാരണങ്ങൾ. നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം, സ്കൂൾ മദ്രസ വിദ്യാഭ്യാസത്തിനപ്പുറം ലൈഫ് സ്കില്ല് നന്നായിട്ട് കൊടുക്കണം. ലൈഫ് സ്കില്ല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളോട് നന്നായിട്ട് സംസാരിക്കണം. നമ്മുടെ ബാല്യം, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, ഇതൊക്കെ മക്കളറിയട്ടെ. മക്കൾ ജീവിതാനുഭവങ്ങളിലൂടെ പഠിക്കട്ടെ. അല്ലാതെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതല്ല ലൈഫ്. അതിനപ്പുറം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നൊരു ലൈഫുണ്ട്. ആ ലൈഫിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. 2 കുട്ടികളുടെ മരണവാർത്ത ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ഓർത്തു. എൻ്റെ മോള് പാലയിൽ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, എൻട്രൻസിന് പഠിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സമ്മർദ്ദം, സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന മാർഗ്ഗം എന്താണ്? ഇതങ്ങോട്ട് അവസാനിപ്പിച്ച് കളയും. ലൈഫിന് ഇത്രയും മൂല്യമുള്ളതും വാല്യൂ ഉള്ളതിനെക്കുറിച്ച് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. രക്ഷിതാക്കൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? 2 തല ഉണ്ടെങ്കിൽ ഒന്ന് തല്ലി പൊള്ളിക്കായിരുന്നു. അപ്പോൾ ഇതാണ് കുട്ടികൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കൾക്ക് ലൈഫ് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കണം. സെൽഫ് അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റുക, ഇങ്ങനെ ലൈഫ് സ്കില്ലിൽ കുറേ കാരണങ്ങളുണ്ട്. പ്രോബ്ലം സൊല്യൂഷൻസ്, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. ഒരു നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. മക്കളെ നമുക്കൊരു പ്രശ്നമില്ലെങ്കിലും നമ്മുടെ മക്കളെ ഒരു 4-5 മാസം കൂടുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണിക്കാനുള്ളതല്ല കൗൺസിലിംഗ്. കുട്ടികൾക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവണം. ആ മെൻ്റൽ ഹെൽത്ത് ഇല്ലായ്മയാണ് ഇതുപോലെയുള്ള വാർത്തകൾ കാണാൻ ഇടവരുന്നത്.